ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പീഡാനുഭവ വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ നടക്കുന്ന ഒരു സംഭവമായാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശു കർത്താവിൻ്റെ അധികാരത്തെയും ദൈവിക ശുശ്രൂഷകളെയും ചോദ്യം ചെയ്ത് വാക്കിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്ന 3 സംഘങ്ങളെയാണ് ഈ വേദഭാഗത്ത് നാം പരിചയപ്പെടുന്നത്. നാം ചെയ്യുന്ന ഏതൊന്നിനും ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും ഭാഷയ്ക്കും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്ന സമീപനങ്ങൾക്കും എല്ലാം അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ എത്തുന്ന ഈ കൂട്ടർക്കും അത്തരത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. അവർ യേശുവിനെ കൊല്ലുവാൻ കാരണങ്ങൾ തേടുകയാണ്. ക്രൂശ് ദൈവത്തിന് തൻ്റെ സൃഷ്ടിയോടുള്ള അതിരറ്റ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ വാക്കുകൾക്കും ഭാഷയ്ക്കും പ്രവർത്തനങ്ങൾക്കും സമീപനങ്ങൾക്കും ഈ സ്നേഹത്തിൻ്റെ ഉദ്ദേശങ്ങളുണ്ടോ എന്ന് ഗൗരവമായി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നമ്മുടെ പീഡാനുഭവ വാരത്തിലെ കൂടിവരവുകളും ആരാധനകളും വചന ധ്യാനങ്ങളും അർത്ഥവത്തായി തീരുന്നത് നാം ചെയ്യുന്ന ഏതൊന്നിൻ്റെയും പിന്നിലുള്ള ഉദ്ദേശങ്ങൾക്ക് ക്രൂശിൽ കാണുന്ന സ്നേഹത്തിൻ്റെ ഭാവം കൈവരിക്കുമ്പോഴാണ്. തണുത്തുറഞ്ഞ ഊഷരമായ പ്രകൃതി അതിൻ്റെ സൗന്ദര്യവും ഹൃദ്യതയും വീണ്ടെടുക്കുന്ന ഉത്സവകാലമാണ് വസന്തം. സ്നേഹത്തിൻ്റെ ഉദ്ദേശങ്ങളെ കെടുത്തിക്കളയുന്ന ശൈത്യകാലത്തിൻ്റെ ഊഷരതയിൽ നിന്നും നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സ്നേഹത്തിൻ്റെ ഊഷ്മളത സമ്മാനിക്കുന്ന വസന്തമായി ഈ പീഡാനുഭവ വാരം നമുക്ക് അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.